ഞങ്ങൾ ഒരാഴ്ചയിലെ മെനു ആണ് കേട്ടോ, ഒരാഴ്ചയിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കേട്ടോ അത്. ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലി ചമ്മന്തി. ഞങ്ങളുടെ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് ഇങ്ങനെയാണ് കേട്ടോ. സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ സാധാരണ അടുപ്പത്ത് വെച്ച് അങ്ങനെ കുക്കറൊന്നുമല്ല, ഇഡ്ഡലി കുക്കറൊന്നുമല്ല. ഞങ്ങളുടെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റാണ്, സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഇഡ്ഡലി. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ മെനു, ഇഡ്ഡലി ചമ്മന്തി. രണ്ടാമത്തെ ദിവസം നമ്മൾ സാധാരണ അറിയാലോ, ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തായാലും മാവ് ബാക്കി ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മുടെ ദോശക്കുട്ടൻ, ദോശയും തക്കാളി ചമ്മന്തി പിള്ളേർക്ക് ഭയങ്കര പ്രിയമുള്ളൊരു സാധനമാണ് കേട്ടോ. സാധാരണ ചട്നിയേക്കാളും പ്രിയം തക്കാളി ചമ്മന്തിയോടാണ്. മൂന്നാമത്തെ ദിവസം വെള്ളയപ്പവും കിഴങ്ങ് കറി, ഉരുളൻകിഴങ്ങ് കറി. അതും മക്കൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 ദിവസം കഴിഞ്ഞു പോയിരിക്കണേ. ഇനിയാണെങ്കിലോ നാലാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ നൂലപ്പമെന്നോ അങ്ങനെ വേറെ പല പേരുകൾ, ഞങ്ങൾ നൂലപ്പം എന്നാണ് പറയുക കേട്ടോ. നൂലപ്പവും കടലക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കടല, അങ്ങനെയാണ് കേട്ടോ. അതും നൂലപ്പവും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത ദിവസം ഉപ്പുമാവും ചെറുപയറും. അത് അത്ര പ്രിയമൊന്നുമല്ല, എന്നാലും നമ്മൾ എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും കഴിച്ച് ശീലിക്കണ്ടേ. ചെറുപയർ നല്ല വിറ്റാമിൻ ഉള്ളതല്ലേ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആർക്കും ഇഷ്ടമില്ല കേട്ടോ പുട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല, എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പുട്ടുണ്ടാക്കണമല്ലോ. അങ്ങനെ പുട്ടും പയറും. പിന്നെ പയർ കോമ്പിനേഷൻ ആകുമ്പോൾ മക്കൾ കുറച്ച് കഴിച്ചോളും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ 6 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. ഇത്രയേ ഉള്ളൂ. ബായ്.